ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. പുതിയ വീഡിയോയിലേക്കും ഹാർദമായ സ്വാഗതം. അപ്പോൾ ഗൈസ് നമ്മൾ നിൽക്കുന്നത് ഊട്ടിയിലാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾ ഇനി കാണാൻ പോകുന്നത്. വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ ഡിക്രൂസ് ആൻഡ് വ്ളോഗ്സ്. അപ്പോൾ ഗൈസ് ഊട്ടി കയറി പോകുമ്പോൾ ഉള്ളൊരു വ്യൂ പോയിൻ്റ് ആണ് ഇത്. മേട്ടുപ്പാളയം വ്യൂ പോയിൻ്റ് എന്ന് ഏകദേശം ഇതിന് പറയും. ഓക്കെ, നല്ലൊരു വ്യൂവും കാര്യങ്ങളൊക്കെ ഉള്ള ഫോട്ടോസൊക്കെ എടുക്കണമെങ്കിൽ എടുക്കാം, വീഡിയോസ് എടുക്കണമെങ്കിൽ എടുക്കാം. അതുപോലെ തന്നെ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, ഇവിടെ മനുഷ്യന്മാരും കാട്ടി കുരങ്ങന്മാരാണ് കൂടുതൽ. നിങ്ങൾക്ക് കാണാൻ പറ്റും, കുറേ കുരങ്ങന്മാരുണ്ട്. അപ്പോൾ കയ്യിൽ ഫുഡൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ സൂക്ഷിച്ചോ, പുറത്തേക്ക് ഇറക്കരുത്. പുറത്തേക്ക് ഇറക്കിയാൽ പിന്നെ ഉള്ളിൽ കയറ്റതൊന്നും ഉണ്ടാവില്ല. അതുപോലെ തന്നെ ഇതിൽ പറയുന്ന സ്പോട്ടൊക്കെ നിങ്ങൾ നോക്കി വെച്ചോ. ഞാൻ പോകുന്ന സ്പോട്ട് നോക്കി വെച്ചോ. എന്തായാലും ഊട്ടിക്ക് പോകുമ്പോൾ ആവശ്യം വരും. ഇപ്പോൾ നമ്മൾ നേരെ പോകുന്നത് ഫുഡ് കഴിക്കാനാണ് കേട്ടോ. ഊട്ടിക്ക് കയറുമ്പോൾ ഫുഡ് കഴിക്കാൻ ഹോട്ടൽ നമുക്ക് കിട്ടാതെ വരുന്ന ഒരു സാഹചര്യം ഉണ്ട്, നല്ലൊരു ഹോട്ടൽ. അപ്പോൾ ഞാൻ ഇപ്പോൾ കയറി പോകുന്ന ഒരു ഹോട്ടലുണ്ട് മോനെ, സീൻ ഹോട്ടലാണ്. എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞു തരാം, ഞാൻ അവിടെ എത്തിയിട്ട് ഞാൻ കാട്ടിത്തരാം കേട്ടോ. മിക്ക ഡ്രൈവേഴ്സിനും കാര്യങ്ങൾക്കും ഈ ഹോട്ടൽ അറിയും. ധനലക്ഷ്മി എന്ന് പറഞ്ഞൊരു വെജിറ്റേറിയൻ ഹോട്ടലാണ് കേട്ടോ. ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യും. എന്ന് വെച്ചാൽ അടിപൊളി ഹോട്ടലാണ്. പുള്ളി തന്നെ നല്ല രീതിയിൽ ഡിസിപ്ലിനും നല്ല രീതിയിലുള്ള ക്ലീനിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അടിപൊളി ഹോട്ടലാണ്. അതുപോലെ തന്നെ അവിടെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് എന്തായാലും എല്ലാ ഫുഡും അടിപൊളിയായി കിട്ടും. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മളൊരു സ്പോട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ സ്പോട്ട് അറിയുന്നതിൽ ഇപ്പം തന്നെ താഴെ കമൻറ്റ് ചെയ്യുക. അത് കേസ് വേറെ സ്പോട്ട് വേറെ ഒന്നുമല്ല, കോടനാട് വ്യൂ പോയിൻ്റ് ആണ് മോനെ. ഇങ്ങോട്ട് നിങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് വരുന്ന ഒരു പ്ലേസാണ് ഈ പറയുന്ന കോടനാട് വ്യൂ പോയിൻ്റ് കേട്ടോ. അടിപൊളി സ്പോട്ടാണ്. ഞാൻ പറയുന്നത് ഒരു നഷ്ടവും വരില്ല. ഇവിടെ ഫ്രീ എൻട്രി ആണ്. പൈസയും കാര്യങ്ങളും നിങ്ങൾക്ക് കൊടുത്തിട്ട് അതിൻ്റെ കാര്യമില്ല. ഫ്രീ എൻട്രിയും കാര്യങ്ങളൊക്കെയാണ്. നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും എന്ത് വ്യൂ ആണെന്ന്. അതുപോലെ തന്നെ ഇവിടെ ബാത്റൂമും കാര്യങ്ങളൊക്കെ തൊട്ടപ്പുറത്ത് തന്നെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ തന്നെ എല്ലാ സൗകര്യങ്ങളും ഇവിടെ തന്നെ ഉണ്ട്. അതുപോലെ തന്നെ നല്ല അടിപൊളി പ്ലേസാണ്. നിങ്ങൾ എഴുതി വെച്ചോ, കോടനാട് വ്യൂ പോയിൻ്റ്. വന്നു കഴിഞ്ഞാൽ ഒരു നഷ്ടം ഉണ്ടാവില്ല. ഊട്ടിക്ക് പോകണവരുണ്ടെങ്കിൽ ഈ വീഡിയോ മസ്റ്റ്ലി ഷെയർ ചെയ്ത് കൊടുത്തു. അവിടെ നിൽക്കുകയാണോ ഫാമിലി ഫോട്ടോ എടുക്കാൻ വിളിക്കില്ല. പിന്നെ ഫോട്ടോ എടുത്തിട്ട് നമ്മളെ ഊട്ടിത്തെ സംഭവങ്ങൾ താ കാണുന്ന നമ്മൾ ഉണ്ടാക്കിയ മല. താ ഉണ്ടാക്കിയ മല കഴിഞ്ഞ ജന്മത്തെ ഉണ്ടാക്കിയിട്ട് വന്ന കേട്ടോ. ഇവിടെ കുറേ അന്തം കമ്പിയൊക്കെ ഉണ്ട്. ദാ എന്താണ് പറയാനുള്ളത് പറയൂ. ഒരാൾ പിണങ്ങി പോയി. അങ്ങനെ നമ്മൾ അടുത്ത സ്പോട്ട് എത്തിയിട്ടുണ്ട്. അതിൻ്റെ പേരെന്താ ഡോഡാബേട്ട എങ്ങണ്ടോ ആണ്. വായിൽ പേര് കിട്ടാത്തതുകൊണ്ടാണ് ഗൈസ്, ഒന്നും തോന്നരുത്. ഇവിടെ നിറച്ച് കടകളാണ്. ഉള്ളിലേക്ക് കയറുന്നത് ഇപ്പോൾ കാണാനും കാട്ടി കടകൾ തന്നെ ഉണ്ട്. കുറേ കടകൾ തന്നെ ഉണ്ട് കാണാൻ. അറ്റം മുതൽ അറ്റം വരെ ഇങ്ങോട്ട് കടയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് മക്കളിലൊക്കെ കൂട്ടിയിട്ട് പോകണമെങ്കിൽ, കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ പേടിക്കുക വേണ്ട, മുടിപ്പിച്ചിട്ടേ വിട്ടാക്കുള്ളൂ. അപ്പോൾ അമ്മമാർ കടകളുണ്ട് ഇതിനുള്ളിൽ. അങ്ങനെ നമ്മളിങ്ങനെ കയറി പോവുകയാണ്. അതുപോലെ തന്നെ ഇവിടെ സംഭവം എന്താ വെച്ചാൽ ടിക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ടിക്കറ്റ് അത്ര വലിയ എമൗണ്ടൊന്നും ഇല്ല. ചെറിയ 10-20 ഉള്ളൂ. അത് ചെറിയൊരു എമൗണ്ടാണ്. അപ്പോൾ അതൊക്കെ കയറ്റി കഴിഞ്ഞാൽ നമ്മൾ കയറി കഴിഞ്ഞാൽ ഇങ്ങനെയുള്ളൊരു സംഭവമാണ് കാണാൻ സഹിക്കുക. ഒരു സൈഡിൽ ചായ കുടിക്കുന്നവർക്ക് ചായ കുടിക്കാം. നമുക്ക് എന്തായാലും ഒന്ന് കറങ്ങിയിട്ട് വന്നിട്ട് ചായ കുടിക്കാം. പിന്നെ ഒരു കാര്യം, നമ്മൾക്ക് ഇതിൻ്റെ മേലെ കയറി കഴിഞ്ഞാൽ അവിടെ ഒരു സംഭവമുണ്ട്. സ്റ്റെപ്പൊക്കെ കയറി കഴിഞ്ഞ ഒരു സാധനമുണ്ട്. പിന്നെ മേലെ കയറാൻ പോകുമ്പോൾ നമ്മൾ കയറിയിട്ട് അടുത്തില്ല കണ്ട അങ്ങനെ ഒരു നല്ലൊരു വ്യൂ അതിൻ്റെ മേലെ കയറിയേ കാണും. അവിടെ ഇത് വെച്ചിട്ട് ഊട്ടി വ്യൂ എന്ന്. പക്ഷേ ഊട്ടി എത്തിയിട്ടില്ല. ഊട്ടിക്ക് പറ്റിയും കൂടി പോകാനുണ്ട്. പക്ഷേ ഊട്ടിക്ക് പോകാൻ വഴിയുള്ളൊരു സ്പോട്ട് കൂടിയാണ്. അപ്പോൾ ഇതും എഴുതി വെച്ചോ. എന്ന് വെച്ചാൽ ഊട്ടി പോകേണ്ടവർക്ക് ആവശ്യം വരും. വൺ ഓഫ് ദി ബെസ്റ്റ് പ്ലേസസ് ആണ്. നമ്മൾ കയറുമ്പോൾ കണ്ടിട്ടുണ്ടെന്ന് സൈഡിലൊരു കടയിൽ നിന്ന്. അപ്പോൾ അവിടെ നമ്മൾ കയറി ചായ കുടിക്കാൻ. നമുക്ക് ചായ ഇല്ലാണ്ട് പറ്റില്ല. എത്ര വേണേ വെച്ചാൽ ഫാമിലിയിൽ ഒരാളായ അങ്ങനെ കുഴപ്പമില്ല. ഫാമിലിയിൽ എല്ലാവരും അങ്ങനെ ആയിപ്പോയി. അതിനോട് ഇരുന്നിരിക്കാനുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. നമ്മൾ വന്നുകൊണ്ടാണ് തോന്നുന്നത്. നല്ല പേരുണ്ട്, അടിച്ചങ്ങോട്ട് പേരുണ്ട്. നമുക്ക് എന്തെങ്കിലും താഴത്ത് പോയിട്ടുള്ള കാണലിൽ കാണാം. നമുക്ക് താഴെയുള്ള സ്പോട്ടും കാര്യങ്ങളും കാണാം. അതുപോലെ തന്നെ അടുത്ത വ്ളോഗിൽ നമ്മൾ ടീ ഫാക്ടറി, ചോക്ലേറ്റ് ഫാക്ടറി, അങ്ങനെ പല സംഭവങ്ങളൊക്കെ ആയിട്ടുള്ളൊരു വ്ളോഗ് കൂടി വരുന്നുണ്ട്. അപ്പോൾ അതെന്തെങ്കിലും കാണാൻ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോട്ടോ. അതുപോലെ നല്ലൊരു വ്യൂ തന്നെ നിങ്ങൾക്ക് താഴെ വന്നാലും കാണാൻ പറ്റും, മേലെ പോയാലും കാണാൻ പറ്റും. ഇപ്പോൾ മഞ്ഞൊക്കെ പോയപ്പോൾ കുറച്ചുകൂടി നല്ല രീതിയിൽ കാണുന്നുണ്ട്. ഓക്കെ, അതുപോലെ നമ്മളിനി നേരിഞ്ഞ് പോട്ടെ. ഇപ്പോൾ അടുത്ത വീഡിയോയിൽ നമ്മൾ ടീ ഫാക്ടറിൻ്റെ കയറ്റി വരുന്നുണ്ട് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ. ഓക്കെ, സ്ഥലത്ത് നിന്ന് ഇവിടെ പറയുകയാണ് സുഹൃത്തുക്കളെ. ഞാൻ അടുത്ത് പോകുമ്പോൾ മെയിൻ സ്ഥലമായ ഊട്ടിക്കാണ്. സ്ഥലം ഏതെങ്കിലൊക്കെ സ്ഥലമാവട്ടെ. ഇത് ഊട്ടിൻ്റെ താഴ്ഭാഗം. നമ്മളിഞ്ഞ് പോകാൻ വേണ്ടത് മേൽഭാഗം, മിനി ഊട്ടി. മലപ്പുറം ഊട്ടിയല്ല, ഇത് ശരിക്കത്തെ ഊട്ടിയാണ്. ഓക്കെ, അപ്പോൾ ഞാൻ അടുത്ത കാണാൻ പോകണം ശരിക്കത്തെ ഊട്ടിക്കാണ്. അപ്പോൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ.